ഡെയിലി കുക്കിംഗ് ബൈറ്റ്സിൻ്റെ മൂന്നാമത്തെ വീഡിയോ ആണ് കേട്ടോ. നെയ്യിട്ട് കൊടുത്തിട്ടുണ്ട്, പട്ട, ഗ്രാമ്പു, ഏലക്ക, 2 വെല്ലുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം കേട്ടോ. പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഇച്ചിരി ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഫ്രിഡ്ജിലുണ്ടായിരുന്ന കുറച്ച് ഐറ്റംസ് ഉണ്ട് കേട്ടോ. അതായത് ബജ്ജി മുളക്, മഷ്റൂം, പിന്നെ ബേബി കോണൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം കൂടി ഇട്ട് കൊടുത്ത് ഇച്ചിരി ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വീണ്ടും നന്നായിട്ട് വഴറ്റിയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലോട്ട് തക്കാളി ആവശ്യമുണ്ട്. ഒരുപാട് പുളിയൊന്നും വേണ്ട. ഞാനിവിടെ ഒരു ചെറിയ തക്കാളി നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്, അതും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. ജസ്റ്റ് ഒന്ന് അടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, ഒന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ടും കൂടിയായിരുന്നു. എന്നിട്ട് നമുക്ക് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തിട്ട് എടുക്കണം. പിന്നെ ഇതിലോട്ട് പാർസ്ലി, ലെറ്റ്യൂസ് ഇതെല്ലാം ബാക്കി വന്നപ്പോൾ ഇട്ട് കൊടുത്തതാണ്. മല്ലിയിലയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അതെല്ലാം കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. വീണ്ടും അടച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് വഴണ്ട് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. നന്നായിട്ട് അങ്ങ് കുക്ക് ചെയ്യേണ്ട, ഒരു ഹാഫ് കുക്കെങ്കിലും ആവട്ടെ. ഇനി നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് വേണ്ടത്. എൻ്റെ കയ്യിൽ പൊടികളുള്ളതുകൊണ്ട് ഞാൻ അത് ചേർത്ത് കൊടുത്തു. പിന്നെ കുറച്ച് പെപ്പർ പൗഡർ, ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിലോട്ട് കുറച്ച് മട്ടൻ മസാല ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടി കേട്ടോ, ഇത്തിരി ഗരം മസാലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ സ്പെഷ്യലായിട്ട് ഈ ഒരു ന്യൂഡിൽസിൻ്റെ മസാല ഉണ്ടാവില്ലേ, അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ എൻ്റെ കയ്യിലുണ്ടായിരുന്ന 2 വെറൈറ്റി സോസ്, ടൊമാറ്റോ സോസ് ആണെങ്കിലും കുഴപ്പമില്ല, ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ശേഷം ഞാൻ ഇതിലോട്ട് പൊറോട്ട ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ എഗ്ഗോ ചിക്കനൊക്കെ നിങ്ങൾക്ക് ഇതിലോട്ട് ആക്കണമെന്നുണ്ടെങ്കിൽ ആ മസാല ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇനി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കാം. എന്നിട്ട് ഇച്ചിരി ഒന്ന് അടച്ച് വെക്കാം ലോ ഫ്ലെയിമിൽ. അപ്പോഴത്തേക്കും മസാലയൊക്കെ പൊറോട്ടയിൽ പിടിച്ചിട്ട് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ടാവും കേട്ടോ. നല്ല ടേസ്റ്റാണ് സംഭവം കഴിക്കാൻ വേണ്ടിയിട്ട്. നോക്കിയാൽ നല്ല ഭംഗിയുണ്ട് കാണാനല്ലേ. അപ്പോൾ കുട്ടികളുടെ കണ്ണിപ്പൊടി ഇടാൻ വേണ്ടി ഞാൻ ഇങ്ങനത്തെ ഐറ്റംസൊക്കെ ഉണ്ടാക്കി കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു റെസിപ്പി ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് പറയാം കേട്ടോ. പിന്നെ അടുത്ത റെസിപ്പി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇഡലിക്കും ദോശയ്ക്കൊക്കെ ഉപയോഗിക്കുന്ന ഒരു കുഞ്ഞു ചമ്മന്തി കേട്ടോ. അപ്പോൾ എന്നോട് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഇങ്ങനെ 2 റെസിപ്പി ഇതിൽ ഉൾപ്പെടുത്തുന്നത്. വലിയുള്ളി, പിന്നെ ഒരു 3 വെളുത്തുള്ളി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പിട്ട് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയിട്ടെടുക്കണം. ഇനി നമുക്കിതിലോട്ട് ഒരു ഇച്ചിരി കറിവേപ്പില, പിന്നെ ഒരു 4 വറ്റൽമുളക്, തക്കാളി ചെറുതായതുകൊണ്ട് 2 എണ്ണം എടുത്തു, 3 എണ്ണം എടുത്തു. അതുപോലെ വെല്ലുള്ളി 2 എണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. വലിയ തക്കാളിയാണെങ്കിൽ 2 എണ്ണം മതിയാവും. ഇനി നമുക്കിതിലോട്ട് കളറിന് വേണ്ടിയിട്ട് ഇച്ചിരി കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് മിക്സിയുടെ ജാറിൽ നന്നായിട്ട് വേണ്ട, ചെറുതായിട്ട് ഇതാക്കിയിട്ട് എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ദോശയ്ക്കും ഇഡലിക്കൊക്കെ പറ്റിയ ചമ്മന്തി റെഡിയായി. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഡെയിലി കുക്കിംഗ് ബൈറ്റ്സ് ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബായ്.